ഇന്ന് നമുക്ക് ഇവനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ? എന്നാവാ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊന്ന് വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് ഒന്ന് വെളുപ്പിച്ചെടുത്തേക്കാം. ആ ബ്രഷിന്റെ താഴത്തേക്ക് വരുന്ന ഭാഗത്തിന് മാത്രം നമുക്കൊന്ന് വെള്ള പെയിന്റ് അടിച്ചാൽ മാത്രം മതി. കണ്ടില്ലേ, ഇതുപോലെ പെയിന്റ് അടിച്ച് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും അതിന്റെ ഈ മേളിലത്തെ ഭാഗത്ത് മാത്രം നമുക്കൊരു സ്കിൻ കളർ കൊടുക്കാം. ഈ സ്കിൻ കളർ അടിക്കുമ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു 2-3 കോട്ടെങ്കിലും അടിക്കേണ്ടി വരും. എന്നാലേ അത് അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞു കാണുള്ളൂ. അങ്ങനെ അതടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ക്ലേ എടുത്ത് അവന്റെ 2-3 ബോഡി പാർട്സ് ഒന്ന് റെഡിയാക്കാനുണ്ട്. ഈ ബോഡി പാർട്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. 2 കണ്ണും 1 മൂക്കും പിന്നെ 2 ചെവിയുടെയും കാര്യമുള്ളൂ. കുറച്ച് ക്ലേ എടുത്ത് നമ്മുടെ കൈ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് വെക്കാനുള്ള 2 ഉണ്ടക്കണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെവിയും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചെവി റെഡിയാക്കണ ടൈമിൽ ഒരു ചെവി വലുതും ഒരു ചെവി ചെറുതുമായി പോവല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ദൈവം കേട്ടു. വലിയ കുഴപ്പമില്ലാതെ 2 ചെവിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് നമ്മുടെ ബ്രഷിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ കണ്ണ് 2 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കണ്ണടയുടെ കുറവും കൂടി ഉണ്ടല്ലോ എന്ന് നമുക്ക് ഫീൽ ആയത്. പിന്നെ സമയം വൈകിപ്പിച്ചില്ല, വേഗം തന്നെ ഒരു കണ്ണടയും കൂടി അങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു. പിന്നെന്താ, 2 ചെവിയും കൂടിയല്ലേ വെക്കാനുള്ളത്, അതും കൂടി വേഗം അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണാനും കേൾക്കാനും ശ്വസിക്കാനും ഉള്ള സംഭവങ്ങളെല്ലാം പുള്ളിക്കായിട്ടുണ്ട്. പിന്നെ ചുണ്ട് നമ്മൾ ആദ്യം മാർക്കർ കൊണ്ടൊന്ന് വരച്ചു കഴിഞ്ഞിട്ടാണ് അതിൽ റെഡ് പെയിന്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. ഈ ചെറിയൊരു പുഞ്ചിരി മാത്രം പോരല്ലോ പുള്ളിക്ക്, ചിരിക്കുമ്പോ 2 പല്ലും കൂടി കാണണ്ടേ. അതുകൊണ്ട് വേഗം തന്നെ 2 കൊന്തം പല്ലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ മുത്ത് പൊഴിയണ പോലത്തെ പല്ലും കൂടി വന്നപ്പോഴല്ലേ പുള്ളിയുടെ ചിരിക്കൊരു ഭംഗി കൂടിയത്. ഇനി അവന്റെ കണ്ണടയ്ക്കും കണ്ണിനും ചെവിക്കും എല്ലാം നമുക്ക് കളർ അടിച്ചെടുക്കണമല്ലോ. അങ്ങനെ മേക്കപ്പ് എല്ലാം ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്ക് പുള്ളിയുടെ ഡ്രസ്സിങ്ങിലോട്ട് കിടക്കാം. ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പൊ എന്തായാലും കഴുത്തിലൊരു ബോയുടെ ആവശ്യമുണ്ടല്ലോ. ക്ലേ കൊണ്ട് അത് വേഗം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അവന്റെ ഡ്രസ്സിനെല്ലാം ഒന്ന് പെയിന്റ് അടിച്ച് കളറാക്കിയതിന് ശേഷം വേണം നമുക്ക് ആ ബോയ് ഒന്ന് വെച്ചു കൊടുക്കാൻ. അങ്ങനെ കോട്ടും സൂട്ടെല്ലാം ഇട്ട് ടൈ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആളതേ ഒന്ന് ചെത്തായിട്ടുണ്ട്. ഇനി ആ വിജൃംഭിച്ചിരിക്കണ മുടിക്കൊന്ന് ഹെയർ കളറും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ലുക്ക് തന്നെ മാറിയിട്ടില്ലേ. അപ്പൊ പുള്ളിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമന്റിൽ പറഞ്ഞേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോവല്ലേ. അപ്പൊ എന്തായാലും ഇനി പിന്നെ കാണാം. പോട്ടെ, ബായ്.